ഹായ് ഫ്രണ്ട്സ്, ജെനീസ് ബ്ലോഗിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ കാണിക്കുന്ന റെസിപ്പി എന്ന് പറയുന്നത് ഒരു ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പിയാണ്. ഇപ്പം നൊയമ്പൊക്കെയാണ്. അപ്പം നൊയമ്പ് തുറ വിഭവമായിട്ട് ഞാൻ ചെയ്യുന്നത് പോക്കറ്റ് ഷവർമയാണ്. വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു സ്നാക്കാണിത്. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ആ കൂടെ വരുന്ന ബെല്ലൈക്കൺ ഇനേബിൾ ചെയ്യാൻ മറക്കല്ലോ എന്ന ഓപ്ഷനും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ അതിനുവേണ്ടി ഞാനിവിടെ കുറച്ച് ചിക്കൻ എടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് മാരിനേറ്റ് ചെയ്ത് വറുത്തെടുക്കണം. ഇതിലേക്ക് ചേർക്കാൻ വേണ്ടി ഞാനൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ സാദാ നമ്മുടെ മുളക് പൊടി, 1/2 ടീസ്പൂൺ ചിക്കൻ മസാല, ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, ആവശ്യത്തിന് ഉപ്പൂടെ ചേർത്ത് കൊടുക്കുക. ഇതിലേക്കൊരു 1/4 ടീസ്പൂൺ ഗരം മസാല പൗഡർ. ഇനി നന്നായിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പം നമ്മൾ ചിക്കൻ ഇവിടെ മാരിനേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. വേണമെങ്കിൽ നമുക്കിതൊരു അരമണിക്കൂർ ഫ്രിഡ്ജിന് അതിലോട്ട് വെക്കാം. പക്ഷെ ഞാനിപ്പോൾ വെക്കുന്നില്ല. ഇപ്പം തന്നെ ഇത് എണ്ണയിലിട്ട് ഫ്രൈ ചെയ്തെടുക്കുവാണ്. അപ്പോൾ ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു പാൻ വെച്ചു, എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാനിത് വെളിച്ചെണ്ണയിൽ തന്നെയാണ് വറക്കുന്നത്. നമുക്ക് ഏത് എണ്ണ വേണമെങ്കിലും യൂസ് ചെയ്യാം. അപ്പോൾ എണ്ണ കുറച്ച് ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് ചിക്കൻ പീസസ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ചിക്കൻ അവിടെ ഫ്രൈ ആവുന്ന സമയം കൊണ്ട് നമുക്ക് ഈ ബ്രെഡൊന്ന് നമ്മുടെ ഈ അരികൊക്കെ ഒന്ന് കളഞ്ഞിട്ട് നമുക്കിത് എടുക്കാം. ഞാൻ അതിനു വേണ്ടി ഒരു 8 സ്ലൈസ് ബ്രെഡാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ആദ്യം ഇതിൻ്റെ 4 സൈഡ് നമുക്കൊന്ന് കളഞ്ഞെടുക്കാം. അപ്പോൾ ബ്രെഡ് 4 ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ചിക്കൻ്റെ ഒരു സൈഡ് ഫ്രൈ ആയിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ചിക്കൻ ഇവിടെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇതിനെ നമുക്ക് തീ ഓഫ് ചെയ്ത് മാറ്റി വെക്കാം. ഇതൊന്ന് തണുത്തതിന് ശേഷം ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കാനുള്ളതാണ്. അപ്പോൾ ഇത് തണുക്കാൻ വേണ്ടി നമുക്ക് മാറ്റി വെക്കാം. അപ്പോൾ നമുക്ക് ചിക്കൻ ഇവിടെ തണുക്കുന്ന സമയം കൊണ്ട് നമുക്ക് ബ്രെഡൊന്ന് പൊരിച്ചെടുക്കണം. അപ്പോൾ അതിനുവേണ്ടി ഞാൻ 2 മുട്ട എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി മുട്ട നമുക്കൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഇനി നമുക്ക് ഈ ബ്രെഡൊന്ന് ഫ്രൈ ചെയ്യാനുള്ള പാൻ വെച്ച് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ എണ്ണ അവിടെ ചൂടാകുന്ന സമയത്തിന് നമുക്ക് ബ്രെഡ് നമുക്ക് ഈ മുട്ടയിലും ബ്രെഡ് ക്രാംസിലും മുക്കിയിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് പൊരിച്ചെടുക്കാം. അപ്പോൾ ഞാനിത് 2 എണ്ണം ഇങ്ങനെ ഒന്നിച്ചാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ബ്രെഡിൻ്റെ എല്ലാ സൈഡിലേക്കും ഈ മുട്ട നന്നായിട്ട് പിടിക്കണം. അപ്പോൾ നമ്മുടെ എണ്ണ ഇവിടെ ചൂടായിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാൻ തീയെ നല്ല ഫ്ലെയിമിൽ തന്നെയാണ് വെച്ചിരിക്കുന്നത്. ബ്രെഡ് ആയ കാരണം പെട്ടെന്ന് എണ്ണയൊക്കെ കുടിക്കും. അപ്പോൾ അതുകൊണ്ട് ഞാൻ നല്ല ഫ്ലെയിമിൽ തന്നെ വെച്ചു.
പിന്നെ ഇതിപ്പോൾ നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ ബ്രെഡ് ഇവിടെ ഒരെണ്ണം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ ബാക്കിയിരിക്കുന്നത് നമുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ബ്രെഡെല്ലാം ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്കുള്ള ഫില്ലിങ് തയ്യാറാക്കാം. ഇതിനു വേണ്ടി ഞാൻ ഒരു സവാള എടുത്തിട്ടുണ്ട്, ചെറുതായിട്ട് കൊത്തി അരിഞ്ഞിട്ടുണ്ട്. പിന്നെ എടുത്തിരിക്കുന്നത് കാബേജാണ്, അതും അതുപോലെ ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ട്. പിന്നെ ഒരു ക്യാരറ്റ് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിൽ ക്യാപ്സിക്കമോ അല്ലെങ്കിൽ കുക്കുംബറോ ഒക്കെ നമുക്ക് ചേർത്ത് കൊടുക്കാം. നമുക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ ചേർത്ത് കൊടുക്കാം. ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കനും ചെറുതായിട്ട് ഞാൻ ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നമ്മുടെ മയണൈസാണ്. ഇതിൻ്റെ വീഡിയോ ഞാൻ നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. ഇത് ഞാൻ ഈ വീഡിയോയിൽ അറ്റാച്ച് ചെയ്തിട്ടേക്കാം. പിന്നെ നമ്മൾ ഇതിനകത്തിൽ കുറച്ച് ഒരു പിഞ്ച് കുരുമുളക് പൊടിയൂടെ ചേർക്കുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിന് നമുക്ക് ആ ബ്രെഡിനകത്തിലേക്ക് നമുക്ക് ഫില്ല് ചെയ്ത് കൊടുക്കാം. ഏത് ഷേപ്പ് വേണേലും നമുക്ക് മുറിച്ചെടുക്കാം. അപ്പോൾ മുറിച്ചെടുത്ത് കഴിയുന്നുണ്ടെങ്കിൽ നമുക്കിവിടെ പോക്കറ്റ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് ഫില്ലിങ് വെച്ച് കൊടുക്കാം. അപ്പോൾ ഇതിലും ബാക്കിയിരിക്കുന്നതിലും നമുക്ക് ഫില്ലിങ് വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഷവർമ പോക്കറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിതിൻ്റെ കൂടെ നമുക്കൊരു ഞാൻ വെക്കുന്നത് ഡേറ്റ്സ് ബനാന ഷേക്കാണ്. അപ്പോൾ അത് നമുക്ക് ഇതിൻ്റെ കൂടെ സെറ്റ് ചെയ്യാം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ വരുന്ന ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാൻ മറക്കല്ല, ഓൾ എന്ന ഓപ്ഷനും. അപ്പോൾ വേറൊരു വീഡിയോയുമായി കാണും വരെ ബൈ.